അഭീഷ്ടവരദായകനായ ശ്രീ മഹാവിഷ്ണു നരസിംഹമൂർത്തി ഭാവത്തിൽ വാണരുളുന്ന ദേവസ്ഥാനമാണ് ആലപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആലപുരം ദേശത്തെ ഓരോ ഭക്തനും ആശ്രയമായി കുടികൊള്ളുന്ന ആലപുരത്തപ്പൻ സർവൈശ്വര്യങ്ങളുടെയും മൂർത്തിഭാവമാണ്. 3 ഊരാൾമക്കാരുടെ വകയാണ്. അന്ന് അങ്ങനെ ആയിരുന്നല്ലോ. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഭൂമിയും ഒക്കെ ഉള്ളവർ അങ്ങനെയുള്ളവരായിരുന്നു. ചെറുവള്ളി, മഠം, കോളൂർ, ഈ 3 ഇല്ലക്കാരുടെ വകയായിരുന്നു. ഇപ്പോൾ അത് മാറി ആലപുരത്തുകാരുടെ മുഴുവൻ ഭഗവാനായിട്ടും അധികാരപ്പെട്ട ആൾക്കാരായിട്ടും തീർന്നിട്ടുണ്ട്. അതിൽ ചെറുവള്ളി കുടുംബത്തിലെ ഒരു മുത്തശ്ശി ഗുരുവായൂരപ്പനെയും കൃഷ്ണനെയൊക്കെ ഭജിച്ചിരുന്നു. അങ്ങനെ അവർക്ക് ഒരു ബിംബം ലഭിക്കുകയും ആ ബിംബത്തിന് ഒരു പ്രാണപ്രതിഷ്ഠ നടത്തി ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ വയ്ക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പല തലമുറയായിട്ട് അത് കുറച്ച് പരിഷ്കരിച്ചു. കുറച്ച് ഭൂമിയൊക്കെ ആ ക്ഷേത്രത്തിന് എഴുതി. അങ്ങനെ 3 ഊരാൾമക്കാരായിട്ടാണ് ഇത് തുടങ്ങിയത്. അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം അനുഭവങ്ങൾ കൊണ്ട് ഭക്തർക്ക് ഏറെ വിശ്വാസമുള്ളതാണ്. ശാന്തഭാവത്തിൽ നിലകൊള്ളുന്ന ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഒരു നരസിംഹ ഭാവത്തിലുള്ള ഭഗവാനാണ്. അത് ഹിരണ്യാക്ഷനെ വധിച്ചു കഴിഞ്ഞ് ഭഗവാന്റെ കോപം അടങ്ങാതെ വന്നപ്പോൾ ദേവന്മാർ പ്രഹ്ലാദനെ അഭയം പ്രാപിക്കുകയും പ്രഹ്ലാദൻ്റെ ശ്രുതി കേട്ട് ഒരു ശാന്തനായി അനുഗ്രഹിക്കുന്ന ഭാവത്തിലുള്ള ആണ് ഭഗവാന്റെ ഭാവം. ചെറുവള്ളി, മഠം, കൂളൂർ എന്നീ 3 ഊരാൺമ ഇല്ലത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന ആലപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റ് 2 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. 3 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ഈ കാണുന്ന ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, രണ്ടാമത് ഭഗവതി, കന്നിക്കാവ് ഭഗവതി എന്നാണ് പറയുക. ദുർഗയും സരസ്വതിയുമുണ്ട്. പിന്നെയുള്ളത് സ്വയംഭൂവായ അയ്യപ്പൻ ഈ സ്ഥലത്തിൻ്റെ ആലപുരത്തിൻ്റെ നാഥനായിട്ടാണ് ശാസ്താവിനെ കാണുന്നത്. അവിടെയും ആണ്ടുവിശേഷങ്ങളും അതേപോലെ ചടങ്ങുകളുമൊക്കെ പതിവുണ്ട്. ആലപുരത്തുകാർക്ക് പ്രിയപ്പെട്ട ആലപുരത്തപ്പന്റെ തിരുസന്നിധി ക്ഷേത്രകലകളുടെ ഒരു സംഗമ സ്ഥലം കൂടിയാണ്. ആചാരപ്രധാനങ്ങളായ കാര്യങ്ങളുൾപ്പെടെ കഥകളിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന കാര്യം. കഥകളി ആചാര്യനായിരുന്ന കലാമണ്ഡലം രാമൻ നമ്പൂതിരിയൊക്കെ ഇവിടുത്തുകാരാണ്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ നിരവധി കലാകാരന്മാരുടെ കഥകളിയും അതേപോലെ പഞ്ചവാദ്യം, ഇങ്ങനെ ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായ ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. ആലപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളത്തിലും ഭഗവത് ചൈതന്യം നിലനിൽക്കുന്നു. 2 വർഷം മുൻപ് നടന്ന ദേവപ്രശ്ന വിധിപ്രകാരം നടത്തിയ ചടങ്ങുകൾ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി വർദ്ധിപ്പിച്ചു. 2 വർഷം മുമ്പ് ഇവിടെ ഒരു ദേവപ്രശ്നം നടത്തി. അതിൽ തെളിഞ്ഞു ക്ഷേത്രത്തിൽ അതിൻ്റെ ചൈതന്യം കുളത്തിലുമുണ്ട്. അങ്ങനെ കുളത്തിലേക്ക് ഒരു വിളക്ക് വയ്ക്കാൻ തുടങ്ങി. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കാൻ തുടങ്ങിയത്. അത്ഭുതം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഗോപുരം പോലും, ഈ ആനഗോപുരം, ആനപ്പന്തൽ പോലും അങ്ങനെ ഉണ്ടായതാണ്. കഴിഞ്ഞ വർഷം കുളം മുഴുവൻ പണിതു. സുരേഷ് ഗോപിയെ പോലത്തെ പ്രഗത്ഭരായ ചില ആൾക്കാർ ഇവിടെ വന്ന് അതിന്
അനുഗ്രഹം തന്നു. അങ്ങനെ പല രീതിയിലുള്ള പുതുമകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് മുഴുവൻ നാട്ടുകാരുടെയും അതേപോലെ അഭ്യുദയകാംക്ഷകളാക്കാരുടെയും സംഭാവനയും പലതും കൊണ്ടാണ്. ഇനിയും ധാരാളം പുതിയ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇനി അത് ചെയ്തു വരുന്നു. ക്ഷേത്രം ഇപ്പോൾ നിലകൊള്ളുന്ന സ്ഥലത്തു നിന്നും കുറച്ചകലെയായിട്ടായിരുന്നു ആദ്യം ഭഗവത് ചൈതന്യം കുടികൊണ്ടിരുന്നത്. പിന്നീട് ഈ ക്ഷേത്രമുള്ള സ്ഥലത്തേക്ക് ഭഗവാൻ വന്നെത്തി. പിന്നീട് ഇവിടെ പ്രതിഷ്ഠ നടത്തി എന്നതാണ് ക്ഷേത്ര ഐതിഹ്യം പറയുന്നത്. ഈ ഭഗവാൻ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറം എലഞ്ഞി എന്ന് പറയുന്ന ദേശത്ത് ആയിരുന്നു ആദ്യം ഭഗവാൻ അവിടുന്ന് ഇവിടുത്തെ ഒരു ഇല്ലത്തെ മുത്തശ്ശി ഭജിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അവിടെ വന്ന് കാണാൻ പറ്റാതെ വന്നപ്പോൾ രാത്രിയിൽ ഭഗവാൻ ദർശനം ഉണ്ടാവുകയും അങ്ങോട്ട് വരണ്ട, ഞാൻ ഇവിടെ വന്നുകൊള്ളാം എന്നും പറഞ്ഞ് ഭഗവാന്റെ ഒരു ചൈതന്യം ഇവിടെ ഉണ്ടാവുകയും അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായതെന്നാണ് പഴമക്കാർ പറയുന്നത്. ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച ശേഷം പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് ശാന്തഭാവത്തിൽ നിലകൊള്ളുന്ന നരസിംഹ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളതെങ്കിലും ശ്രീകൃഷ്ണസ്വാമിക്കും ഉണ്ണിക്കണ്ണനുമുള്ള പൂജാവിധികളാണ് ഇവിടെ നടന്നു പോരുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ശരിക്കും പറഞ്ഞാൽ നരസിംഹ സങ്കല്പമാണ്. നരസിംഹം പ്രഹ്ലാദന് അനുഗ്രഹം കൊടുക്കുന്നു, പ്രഹ്ലാദ സ്തുതി കേൾക്കുന്നു. അങ്ങനെ വളരെ സൗമ്യനായ നരസിംഹസ്വാമി സങ്കല്പമാണ് ഉള്ളത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറുവള്ളിയിലെ അമ്മ അത് കൃഷ്ണനായിട്ടും ഉണ്ണികൃഷ്ണനായിട്ടുമൊക്കെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് കൃഷ്ണനായിട്ടാണ് പ്രാർത്ഥനയും അതേപോലത്തെ സങ്കല്പങ്ങളും നടന്നു വരുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി, അഷ്ടമി രോഹിണി ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് അവിടെ നടക്കുക. പക്ഷേ നരസിംഹ ജയന്തി നടത്താറില്ല, കാരണം അങ്ങനെ ഒരു സങ്കല്പം ഇല്ല. അപ്പോൾ നരസിംഹമാണ് സങ്കല്പമെങ്കിലും ശ്രീകൃഷ്ണൻ്റെയും ഉണ്ണികൃഷ്ണൻ്റെയും ഭാഗത്താണ് ഇതിൻ്റെ പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത്. ഭക്തർക്ക് അനിർവചനീയമായ ആത്മാനുഭൂതി പകരുന്ന ആലപ്പുരത്തപ്പന് പാൽപ്പായസമാണ് ഇഷ്ടനിവേദ്യം. രാവിലെ 5:30 നട തുറക്കുന്നത് മുതൽ ആലപ്പുരത്തപ്പന്റെ അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങാനായി നിരവധി ഭക്തരാണ് ഈ ദേവസന്നിധിയിൽ എത്തിച്ചേരുന്നത്. രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം, മലർ നിവേദ്യം, 9 മണിയാകുമ്പോൾ ഉച്ചപൂജയ്ക്ക് പാൽപ്പായസമാണ് പ്രധാനം. വൈകിട്ട് 5:30 തുറക്കുകയും 7:30 അടയ്ക്കുകയും 6:45 ദീപാരാധന കഴിഞ്ഞാൽ നിത്യം 7:30 നട അടയ്ക്കുന്നതാണ്. മെയിൻ വഴിപാട് പാൽപ്പായസമാണ്. പിന്നെ തൃക്കൈവെണ്ണ ഒരു പ്രധാന വഴിപാടാണ്. ആലപ്പുരം ദേശക്കാർക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ് ആലപ്പുരത്തപ്പനും കന്നിക്കാവ് ഭഗവതിയും ശാസ്താവും.
ആലപുരത്തുകാരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയോടൊപ്പം സാമൂഹ്യ ഉന്നമനവും ലക്ഷ്യമിടുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് ക്ഷേത്രം ആരാധന പോലെ തന്നെ സാമൂഹിക പരിവർത്തനത്തിനും ഉപോത്ബലകമായി പ്രവർത്തിക്കണം. ഇവിടെ സർവമാന ജനങ്ങളും ഒന്നിച്ചു വരണം. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ആലപുരത്തെ പല ജനവിഭാഗങ്ങളുടെ ഒന്നിച്ചുള്ള കൂട്ടായ്മയായ താലപ്പൊലിയും അതേപോലത്തെ സങ്കേതങ്ങളും ഇവിടെ ഉണ്ടായി വന്നത്. അങ്ങനെ 100 കണക്കിന് ആൾക്കാരാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു സാമൂഹികമായ പരിഷ്കരണത്തിനും മുന്നേറ്റത്തിനും ക്ഷേത്രം ഇന്ന് വഴിവെക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കുള്ള വലിയ സന്തോഷമാണ്. സർവമാന ജനങ്ങളും അതേപോലെ സർവ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സമൂഹത്തിലെ ആൾക്കാരും ഇവിടുത്തെ ഉത്സവത്തിനും ഇവിടുത്തെ നിത്യദാന ചടങ്ങുകൾക്കും ഇവിടുത്തെ പൂജയ്ക്കുമൊക്കെ വരുന്നുണ്ട്. ഉത്തരോത്തരം നന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആലപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഭഗവത് സന്നിധിയിൽ കലകൾക്കും പ്രാധാന്യം നൽകുന്നു എന്നതാണ്. കളമെഴുത്തും പാട്ടും സോപാന സംഗീതവും കഥകളിയും തുടങ്ങി നിരവധി ക്ഷേത്രകലകൾ ആലപുരത്തപ്പന്റെ തിരുമുമ്പിൽ നിന്ന് തന്നെ സ്വായത്തമാക്കുന്നവരുമുണ്ട്. ഞാനും ഏട്ടനും മുത്തശ്ശനും അച്ഛനും എല്ലാവരും ഇവിടെ നിന്നാണ് കൊട്ടുപഠിച്ചതും കളിച്ചു വളർന്നതുമെല്ലാം. അപ്പം ഇവിടെ പോലെ തന്നെ കന്നിക്കാവിലമ്മയുടെയും അയ്യപ്പസ്വാമിയുടെയും ശാസ്താംഗിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും കളയെഴുത്തും പാട്ടുണ്ട്. അയ്യപ്പൻ്റെ അമ്പലത്തിൽ 2 ദിവസവും കളയെഴുത്തും പാട്ടുണ്ട്. അതോടൊപ്പം തന്നെ കലശാഭിഷേകങ്ങളും ഉണ്ട്. അപ്പം അതിനെല്ലാം അടിയന്തര നടത്തുന്നത് ഞങ്ങളാണ്. അതോടൊപ്പം കന്നിക്കാവിലമ്മയുടെ 4 ദിവസത്തെ കളയെഴുത്തും പാട്ടുണ്ട്, സോപാന സംഗീതം, അങ്ങനെ മറ്റുള്ള എല്ലാ അനുഷ്ഠാന കലകളും ഇവിടെ ഉണ്ടാവുന്നത്. ആലപുരത്തപ്പൻ്റെ മുന്നിലാണ് ഞങ്ങളെല്ലാവരും തുടങ്ങിയത്. അച്ഛനാണേലും മുത്തച്ഛനാണേലും അവരെല്ലാവരും കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഇന്ന് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കലയിലും ഇതുമെല്ലാം ആലപുരത്തപ്പൻ്റെ ഒരു അനുഗ്രഹമാണ്. എവിടെ പോയാലും ഏത് വേദിയിൽ പോയാലും ഒക്കെ ആലപുരത്തപ്പൻ്റെ ഒരു കാരുണ്യം കൊണ്ടാണ് നമ്മളിത് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത്. ബലിക്കൽപ്പുര കടന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രീകോവിലിന് മുമ്പിലായി നമസ്കാരമണ്ഡപം കാണാം. നമസ്കാരമണ്ഡപത്തിൽ കാണുന്ന ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണൻ ഭക്തരുടെ മനം കവരുന്ന കാഴ്ചയാണ്. പ്രധാന പ്രതിഷ്ഠയോടൊപ്പം മറ്റ് ഉപദേവ പ്രതിഷ്ഠകളുമുണ്ട്. ഉപദേവന്മാരെ ഗണപതി, ശിവൻ, പാർവതി, പുറത്ത് രക്ഷസ്, വനദുർഗ എന്നിവയാണ് ഇവിടുത്തെ ഉപദേവന്മാർ. മകരമാസത്തിലെ അനിഴത്തിൽ കൊടിയേറ്റോടുകൂടി 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിവിടെ. അയ്യപ്പസ്വാമിക്ക് ധനുമാസത്തിലെ 17, 18 തീയതികളാണ്. എല്ലാ ധനുമാസത്തിലെയും 17, 18 മലയാളം തീയതികളിലാണ് അവിടുത്തെ പാട്ടും അതേപോലെ അയ്യപ്പൻ വിളക്ക് നടത്തുന്നത്. കഴിഞ്ഞ വർഷം മുതൽ കളഭം എന്ന് പറയുന്ന പ്രത്യേക പൂജയും നമ്മൾ നടത്തി വരുന്നുണ്ട്. കന്നിക്കാവിലെ ഉത്സവം കുംഭഭരണിയാണ്. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് അതിൻ്റെ പാട്ടും. അതേപോലെ കന്നിക്കാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പരമ്പരാഗത കലകളാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. കുംഭകുടം, തലയാട്ടം കളി, കൈകൊട്ടിക്കളി, അതേപോലെ ഗരുഡൻ തൂക്കം, ചെണ്ട മേളം, പറകൊട്ടിപ്പാട്ട്, അത് വേലൻ സമുദായം മാത്രം ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മകരമാസത്തിലെയും തിരുവോണ നാളിലെ ആറാട്ട്, അതിനു മുമ്പുള്ള 6 ദിവസങ്ങൾ അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ആ 6 ദിവസമാണ് ഉത്സവം. ഇതിൽ ഉത്സവ ബലി എന്നുള്ള മഹനീയമായ കർമ്മം നടക്കുന്ന ഈ ഭാഗത്തുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ്.
ഈ പഞ്ചായത്തിലോ ഇതിനടുത്തുള്ള പ്രദേശങ്ങളിലൊന്നും ഉത്സവബലി പതിവില്ല. കാരണം കൊടിമര പ്രതിഷ്ഠ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൂടിയുള്ള 3 ദിവസത്തെ ഉത്സവബലി നടക്കുന്ന ക്ഷേത്രമാണ്. ധാരാളം പേര് തൊഴാൻ വരാറുണ്ട്. ഹരഹര പൂവാവിതേ പുനലാവിതേ പുനലേ പുഷ്പം പുഷ്പനാണ് ശ്രീ ഭദ്രകാളി വാഴുക. തെറ്റി തുളസി ചമ്പകം ചെമ്പരത്തി അലരി മലരി അശോകം നല്ല പുല്ലമന്താരം ഇച്ഛയിലെ ഇണങ്ങുന്ന പുഷ്പത്തെ തീർത്തിട്ട് അതിലൂടെ ഏവരെയും വന്ദിക്കുമ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം പറകൊട്ടിപ്പാട്ടാണ്. കന്നിക്കാട്ട് ഭഗവതിയുടെ തിരുമുമ്പിലാണ് വേലൻപാട്ട് അഥവാ പറകൊട്ടിപ്പാട്ട് ചൊല്ലുന്നത്. ഭാരതവേലൻ ഭഗവതിയെ പറവെച്ച് കൊട്ടിപ്പാടി ഓതുന്ന ഒരു മഹൽ കർമ്മമാണ്. അതിൽപ്പെട്ടതാണ് പറകൊട്ടിപ്പാട്ട്. പറകൊട്ടിപ്പാട്ട് ഓതി ഒഴിക്കുന്നതാണ്. ഈ പറകൊട്ടി ഓതുകയാണ് ചെയ്യുന്നത്. പൂർവികരായിട്ട് വാമൊഴിയായിട്ട് കിട്ടിയിട്ടുള്ള ചൊല്ലുകളാണ് ഇതിലുള്ളത്. ഇതിനൊരു ഐതിഹ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശിവന്റെ ഉൽപ്പത്തിയിൽപ്പെട്ട ഒരു കുലമാണ് വേലൻ എന്ന് പറയുന്നത്. പാലാഴി മദന സമയത്ത് മഹാവിഷ്ണുവിനെ ബാധിച്ച ആലസ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് പരമശിവൻ വേലനായി പാലാഴി ഗോപുരത്തിന്റെ മുന്നിൽ വന്ന് പറകൊട്ടിപ്പാടി അടിതൊട്ട് മുടിയോളം വറതിരുമി മഹാവിഷ്ണു ബാധിച്ച ആ മഹാദുരിതം തീർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കാലാകാലങ്ങളിൽ ദേവീദേവന്മാർക്കും ദേവീദേവന്മാരുടെ ചൈതന്യത്തിന്, ദേവീദേവന്മാരുടെ ദോഷം തീർക്കാൻ ഞാൻ ആളല്ല, കാരണം ദേവീദേവന്മാർക്ക് യാതൊരു ദോഷവുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിന് ചൈതന്യത്തിനാണ് കുറവ് വരിക. ക്ഷേത്രാചാര മര്യാദകളിൽ എന്തെങ്കിലും ച്യുതി സംഭവിക്കുമ്പോൾ ദേവനാലെ ദേവിയുടെ ചൈതന്യത്തിന് കുറവ് സംഭവിക്കും. പൂജാതി കർമ്മങ്ങളിൽ അറിയാതെയോ അറിഞ്ഞോ എന്തെങ്കിലും കുറവ് സംഭവിക്കുമ്പോൾ ദേവചൈതന്യത്തിന് കുറവ് ബാധിക്കും. അത് നമ്മുടെ നാടിനെയൊക്കെ ബാധിക്കും. അങ്ങനെയുള്ള ദുരിതങ്ങൾ മാറ്റുവാൻ ഏതൊരു കർമ്മത്താലും തീരാത്തത് സാക്ഷാൽ ശ്രീ പരമശിവൻ വിഷ്ണുവിന് ചെയ്തതുപോലെ വേലൻ വന്ന് പറകൊട്ടി ഓതിപ്പാടിയാൽ അത് തീരും എന്നാണ് പൂർവികമായ ഒരു ആചാരം, ഒരു അനുഷ്ഠാനം. ഗണപതിയെ നമ, സരസ്വതിയെ നമ, അരുണായ നമ, അരുണായ നമ, ആത്മാവായ നമ, ഈശാന്തായ നമ. ആദിനീരനേക നീർ ആദിയിൽ വിഭൂതി ഉണ്ടായൻ ഗുരുവിനാണ് ഫലിക്ക മന്ത്രം. പലവിധ ദുരിതങ്ങൾ അകറ്റുന്നതിന് ദേവപ്രീതിക്കായി ഭാരതപ്പറ എന്ന ഉപകരണത്തിൽ കൊട്ടിപ്പാടുന്നു. പൂർവികരായി തുടങ്ങിവച്ച ഈ അനുഷ്ഠാനം തലമുറകളായി ഇന്നും തുടർന്നു പോരുന്നു. അങ്ങനെ കാലാകാലങ്ങളിൽ ദേവീദേവന്മാർക്കും ദേശത്തിനും ദേശവാസികൾക്കും ഉണ്ടാകുന്ന കണ്ണുദോഷം, നാവുദോഷം, ശത്രുദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് വേലനെ സൃഷ്ടിക്കുകയും അവന് ശംഖ് കേളിക്കൊമ്പ് മണിതുടി പറ നൽകി ഓതിയൊഴിഞ്ഞ കർമ്മം ചെയ്യുവാനായിട്ട് ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ് വിശ്വാസം. പൂർവികരായിട്ട് ചെയ്തു പോരുന്ന ഒരു വിശ്വാസമാണ്. മണ്ണിനെയും മലയെയും എല്ലാം ഈശ്വരനായി കണ്ട് പ്രകൃതിയെ ആരാധിച്ചു പോന്നിരുന്ന ഒരു സംസ്കാരം, ആ ഒരു ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്നും ഇത് നിലനിന്നു പോകുന്നത്. ആലപുരത്തപ്പന്റെ ശക്തി അനിർവചനീയമാണ്. അത് ഭക്തർക്കൊക്കെയും അനുഭവവേദ്യമാണ്. ആലപുരത്തപ്പനെ തൊഴുതു വണങ്ങി അത്ഭുതാവഹമായ അനുഭവമുള്ള ഭക്തർ ഒട്ടേറെയാണ്. എൻ്റെ അമ്മാവൻ അച്ഛൻ്റെ അനിയനൊരാളുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രഗ്നൻ്റായി ഒരു 6-ാം മാസം ഒക്കെ ആയപ്പോഴത്തേനും വീട്ടിലേക്ക് പോയതാണ്, വൈക്കത്തെ വീട്ടിൽ. അവിടെ പോയി
ഒരു മന്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഡെലിവറി നേരത്തെ ആയിപ്പോയി. 8ാം മാസം ഡെലിവറി ആയി. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്. ആ ഒരു നിമിഷം അവർ ഭയങ്കരമായിട്ട് ഇതായിരുന്നു. അപ്പം പുള്ളി ഓടി വരികയും ഭഗവാന്റെ അടുത്ത് ആലുവർത്തപ്പൻ്റെ അടുത്ത് വന്ന് കണ്ണീരോടുകൂടി കരയുന്നത് ഞാനും കണ്ടതാണ്. പുള്ളി ഒരു 14 ദിവസം ഇവിടെ കുളത്തിൽ വെളുപ്പിനെ 4 മണിക്ക് കുളിച്ചു തൊഴുതു. ഭാഗ്യവശാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരബദ്ധം പറ്റാതെ 8ാം മാസത്തിൽ തന്നെ ഡെലിവറി നടത്തി. അത് പുള്ളി പറയുന്നത് 100% ആലുവർത്തപ്പൻ്റെ ഒരു ഇതാണെന്നാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ളൊരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹവും ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നൊരു കാലത്ത് അദ്ദേഹത്തോട് പറഞ്ഞു ആലവരം ഇവിടുത്തെ അമ്പലത്തിൽ കുളത്തിൽ 7 ദിവസം കുളിച്ചു തൊഴുമെന്ന് പറഞ്ഞു. അദ്ദേഹം 7 ദിവസം കുളിച്ചു തൊഴുതു. അദ്ദേഹം ഒരു PSCയുടെ ടെസ്റ്റിന് പോയപ്പം അദ്ദേഹത്തിന് ആ PSC ടെസ്റ്റ് കഴിഞ്ഞപ്പം ജോലി കിട്ടി. അത് അദ്ദേഹം പറയുന്നത് ഇവിടെ കുളിച്ചു തൊഴുതിട്ടാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരുപാട് പരീക്ഷകൾ എഴുതിയെങ്കിലും അദ്ദേഹത്തിന് അതൊരു ഇതായിട്ട് വന്നൊരു നിമിഷമായിരുന്നു. ആലപുരത്തപ്പനും കന്നിക്കാവ് ഭഗവതിക്കും ശാസ്താവിനും പ്രത്യേകം പൂജാവിധികളാണ്. പ്രദേശത്തിൻ്റെ നാഥനാണ് അയ്യപ്പൻ. അയ്യപ്പന് വേണ്ടിയുള്ള വഴിപാടുകളും കാര്യങ്ങളും അടുത്ത സമയത്ത് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ സഹകരണം കൊണ്ട് ഈ വൃശ്ചിക പൂജ 2 മാസത്തെ 60 ദിവസത്തെ പൂജ അതിന്ന് നടന്നു വരുന്നു. അതേപോലെ കന്നിക്കാവിലെ ഭഗവതിക്ക് നവരാത്രി പൂജ കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് വരികയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭരണ സംവിധാനത്തിലുള്ള ഒറ്റൊരിക്കലേ ഉള്ളൂ. അല്ലാതെ വേറെ രീതിയിൽ ബന്ധങ്ങളുള്ളതായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഇതൊരു സംവിധാനത്തിൻ്റെ ഭാഗം തന്നെയാണ് കാലങ്ങളായിട്ട്. ആലപുരത്തുകാരുടെ നാഥനായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് വാണരുളുകയാണ് ശാന്തസ്വരൂപനായ ആലപുരത്തപ്പൻ. അവാച്യമായ ഭക്തിയുടെ നിറവിൽ ഓരോ ഭക്തന്റെയും പ്രാർത്ഥനയാലും മന്ത്രധ്വനികളാലും മുഖരിതമാവുകയാണ് ആലപുരത്തപ്പന്റെ തിരുസന്നിധി. ഓം നമോ നാരായണായ നമഃ.